അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. AD 610 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി നുബുവത്ത് ലഭിക്കുന്നത്. അതും പരിശുദ്ധമായ ജബലുന്നൂറിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ഹിറാ ഗുഹയിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് 10-ന് ആ ഒരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ടാണ് ജബലുന്നൂർ തിരഞ്ഞെടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്തിച്ചത് എന്താണ്? അതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന അസ്റാറുകളാണ്. ഒരുപാട് മലകളും ഹിറാ ഗുഹയെക്കാളും ഉയരത്തിലൊക്കെ ഉള്ള ഗുഹകളും ജബലുന്നൂറിനേക്കാൾ ഉയരത്തിലുള്ള മലകളുമൊക്കെ മക്കയിലുണ്ടായിരിക്കെ ജബലുന്നൂറിനെ ഹിറാ ഗുഹയെ അള്ളാഹു തിരഞ്ഞെടുത്തത് അതിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും തന്നെ അത് വെറുതെ ആകാറില്ല. അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പ് അസ്ഥാനത്താവുകയുമില്ല. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ജബലുന്നൂറിനൊരു പ്രത്യേകതയില്ല, ഹിറാ ഗുഹയ്ക്കൊരു പ്രത്യേകതയില്ല, അതിന് മഹത്വമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് വളരെ വിഡ്ഢിത്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു ഗുഹയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്, അതിന് ശ്രേഷ്ഠതയുണ്ട്. മാത്രമല്ല, ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുക, അതിന് വേദിയാവുക എന്നുള്ളത് ആ പർവ്വതത്തിനെ എത്ര കണ്ട് മഹത്വവൽക്കരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഗുഹയുടെ മുകളിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിന് എത്ര പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ മാസങ്ങളോളം ഒരു മലയുടെ മുകളിൽ ചിലവഴിക്കുക, ഒരു ഗുഹയ്ക്കകത്തിരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രത്യേകതയുണ്ട്. ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ, അതും റമദാനിൽ, അതും 27-ന് ഇറങ്ങിയ ഒരു ഗുഹ എന്ന് പറയുമ്പോൾ അതിന് എത്രമാത്രം പ്രത്യേകതയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്നും കാണാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മലയാണ് ജബലുന്നൂർ. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള മലയാണ് ജബലുന്നൂർ. ഹിറാ ഗുഹയും അങ്ങനെ തന്നെ. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരിക്കുമ്പോൾ ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഉഹദ് മല ഒന്ന് വിറച്ചു എന്ന് കാണാം. അതിന് വേറെ രഹസ്യങ്ങളുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള വടി കൊണ്ട് ഉഹദ് മലയോട്, നിന്റെ മുകളിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പിന്നെ അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖും 2 ഷഹീദുമാരാണെന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. ഇതുപോലെ മക്കയിലായിരിക്കുമ്പോൾ ജബലുന്നൂറിൻ്റെ മുകളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്ന സമയത്ത് നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും വേറെ കുറേ സ്വഹാബികൾ നിൽക്കുമ്പോൾ ജബലുന്നൂർ അഥവാ ജബൽ ഹിറ, അങ്ങനെയാണ് കിതാബിൽ കാണുന്നത്, ജബൽ ഹിറ ഒന്ന് കിടുങ്ങിയപ്പോഴും ഇതുപോലുള്ളൊരു വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പറഞ്ഞ ഉടനെ തന്നെ ജബൽ ഹിറ അഥവാ ജബൽ നൂർ അടങ്ങിയതായിട്ടും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവിടെ ചെലവഴിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് കയറി. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറേണ്ട ആവശ്യമില്ലെങ്കിൽ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടങ്ങേറാക്കൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചിറങ്ങി വന്ന് ഭക്ഷണം കൊണ്ട് കയറിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് ജബലുന്നൂറിൻ്റെ മുകളിൽ ചെലവഴിച്ചിട്ടുണ്ട് പല രാത്രികളിൽ. ഖദീജ ബീവിയെ കാണാതാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഖദീജ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവരൊരുമിച്ചിരുന്ന സ്ഥലം, അവിടെ ഇന്നൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഇജാബ, മക്കയിലുള്ള മസ്ജിദുൽ ഇജാബ. ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ പരിശുദ്ധമായ ജബലുന്നൂറുമായിട്ടും ഹിറാ ഗുഹയുമായിട്ടും ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ജബലുന്നൂറിന് ഒരു പ്രത്യേകതയുമില്ല, ഹിറാ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്നത് മതനിരാസവും മതത്തെക്കുറിച്ചുള്ള യാതൊരു ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് പേര് ഹിറാ ഗുഹയുടെ അകത്ത് കയറി ഒരു പ്രത്യേകമായ നിസ്കാരം അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് നിസ്കരിക്കുന്നത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ഹിറാ ഗുഹയ്ക്കകത്ത് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ വല്ലാഹു അലം. പക്ഷേ അന്ന് ളുഹറും അസറും മറ്റ് നിസ്കാരങ്ങളും ശറഅാക്കിയിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി അഥവാ നിസ്കരിച്ചെങ്കിൽ തന്നെ, നിസ്കാരം നിർവഹിച്ചെങ്കിൽ തന്നെ ഒരിക്കലും കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനും തരമില്ല. ഇനി അങ്ങനെ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം നിസ്കരിച്ചോ അതും അറിയില്ല. കഅബാലയം പരിശുദ്ധമായ മുഅ്മിനീങ്ങൾക്ക് കിബിലയായി കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ്.
അതുവരെ ബൈത്തുൽ മുഖദ്ദസാണ് കിബില. അപ്പോൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ശറഅ അനുസരിച്ച് അന്ന് അപ്രാപ്യമാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് നിസ്കരിച്ചിരിക്കാൻ വകുപ്പില്ല. അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമില്ല. അതുകൊണ്ട് ചിലരൊക്കെ വളരെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അതിനകത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന മട്ടിൽ ചെയ്യുന്നത് ശരിയല്ല. കാരണം അവിടെ ഒരു പ്രത്യേകമായ നിസ്കാരമില്ല. അവിടെ അങ്ങനെ നിസ്കാരം ശറഅാക്കപ്പെട്ടതായിട്ട് ഒരു കിതാബുകളിലുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില പള്ളികളിൽ കയറിയാൽ ആ പള്ളിയുടെ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നു. അങ്ങനെയൊക്കെ നിയ്യത്തോടു കൂടിയാണ് ആ നിസ്കാരമെങ്കിൽ അതിന് ശറഅനെതിരാണ് എന്ന് പറയാനും പറ്റില്ല. അപ്പം ഞാൻ പ്രത്യേകമായ ഒരു നിസ്കാരമില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അവിടെ വെച്ച് ദുആക്ക് കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ, ഈ 4 പ്രകാശം സംഗമിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. അതിലേറെ അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥലമാണ്. മാസങ്ങളോളം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സ്ഥലമാണ്. ആദ്യമായി ഖുർആൻ ഇറങ്ങിയ സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ജബലുന്നൂറിനുണ്ട്, ഹിറാ ഗുഹയ്ക്കുണ്ട്. അതുകൊണ്ട് ജബലുന്നൂർ മഹത്വമേറിയതാണ്. ഹിറാ ഗുഹ മഹത്വമേറിയതാണ്. അള്ളാഹു അതിനെ മഹത്വപ്പെടുത്തിയതാണ്. അള്ളാഹു അതിൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഹിറാ ഗുഹയുടെയും ജബലുന്നൂറിൻ്റെയും അവിടെ ഇരുന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടെ ഇറങ്ങിയ വിശ്വപ്രകാശമായ ഖുർആനിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബാക്കി ചരിത്രങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ. അസ്സലാമു അലൈക്കും.